ഇനി ഇൻട്രോവേർട്ട്നെസ്സിൽ നിന്നും സോഷ്യൽ ആങ്സൈറ്റിക്കുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? ഒരു ഇൻട്രോവേർട്ടിന് പബ്ലിക്കിൻ്റെ അടുത്ത് പോയി ഇടപഴകണമെന്നോ അവരായിട്ട് സംസാരിക്കണമെന്നോ കുറച്ച് ടൂറ് പോകണമെന്നോ ഇത് ആഗ്രഹം പോലും ഉണ്ടാവില്ല. പുള്ളി വേണമെങ്കിൽ നിങ്ങളൊക്കെ നിർബന്ധിച്ചാൽ ഒന്ന് കൂടെ വരും. ഇനി കൂടെ വന്നാൽ തന്നെ 10 പേര് ഇരിക്കുന്ന ഒരു മിനി വാനിനകത്ത് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഡാൻസ് ചെയ്യുമ്പോൾ ഇയാളിങ്ങനെ സൈഡിൽ നോക്കിയിരിക്കുന്നുണ്ടാവും. ഒന്നിനും എൻഗേജ് ആവുമൊന്നുമില്ല. ഇൻട്രോവേർട്ട് എപ്പോഴും തൻ്റേതായൊരു ലോകത്തിൽ ഒതുങ്ങുന്ന ആളാണ്. ആ ആൾക്ക് തൻ്റേതായൊരു ലോകത്തിൽ ഒതുങ്ങുന്നു എന്നുള്ളതിനോട് ഒരു കുറ്റബോധം ഉണ്ടാവില്ല. ഞാനിങ്ങനെയാണ്, എനിക്കിതാ ഇഷ്ടം. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, സോഷ്യലി ആങ്ഷ്യസ് ആയ ആളുകൾ, അവരുടെ പ്രശ്നം എന്താ അറിയോ? ആക്ച്വലി ദേ ആർ എക്സ്ട്രോവേർട്ട്. അവർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. പബ്ലിക്കിൻ്റെ കൂടെ ഇടപഴകുന്നതാണ് ഇഷ്ടം, ചില്ല് ചെയ്യുന്ന നടക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അവർക്ക് എന്തോ ഒരു ഫിയറുണ്ട്, ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റോ അങ്ങനെ എന്തോ ഒരു സാധനം പിൻവലിക്കുന്നുണ്ട് അവരെ. അത് ചിലപ്പോൾ ഇതിന് മുൻപ് സൊസൈറ്റിയിൽ നിന്ന് എവിടെന്നെങ്കിലും കിട്ടിയ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. അവർ മുറിക്കകത്തായിപ്പോയി, അവർ ഒറ്റയ്ക്കായിപ്പോയി, അവർക്ക് ആരോട് സംസാരിക്കുന്ന ഇഷ്ടമാവുന്നില്ല. ഇപ്പോൾ അതൊരു ഭയത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ആക്ച്വലി ഇൻറ്റേർണലി എക്സ്ട്രോവർട്ടായൊരു വ്യക്തി പബ്ലിക്കിനോട് ഇടപഴകുവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പബ്ലിക്കിനോട് ഇടപെട്ടാൽ ഈ പുലിവാലുണ്ടാകുമോ എന്ന് പേടിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഇല്ലേ, ഇതാണ് സോഷ്യൽ ആങ്സൈറ്റിയുടെ മെയിൻ ത്രെഡ്.